ഈ 113 ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരത്തെ ഈ ബസ്സുകൾ ഇനി നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്ന ആരാധ്യനായ മേയർ വി രാജേഷിന്റെ പ്രഖ്യാപനം പതിവ് പോലെ മാധ്യമങ്ങളെ പുളകം കൊള്ളിച്ചിട്ടുണ്ട്. മനോരമയുടെ വിശകലനമായിരുന്നു ബഹുകേമം. അതിങ്ങനെ: ഈ ബസ്സുകൾ ഇതിലെ ഓടിയാൽ മതിയെന്ന് BJP നിയന്ത്രിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലും മേയറും തീരുമാനിച്ചാൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും KSRTCയും വെട്ടിലാകും. ഇതാണ് മനോരമ കവടി നിരത്തി പറയുന്നത്. ഏത് വകുപ്പിലാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ ന്യൂസ് ബുള്ളറ്റ് കേരള ഒരു ചെറിയ അന്വേഷണം നടത്തി. തിരുവനന്തപുരത്ത് 113 ഈ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ആ 113 ഈ ബസ്സുകൾ അനുവദിച്ചിരിക്കുന്നതിന്റെ വിവരം ഇനി പറയാം. സിറ്റി ഡിപ്പോയിൽ 33, പാപ്പനംകോട് 35, പേരൂർക്കട 25, വികാസ് ഭവൻ 15, വിഴിഞ്ഞം 5. ഈ ഡിപ്പോകളിൽ നിന്ന് കോർപ്പറേഷൻ പരിധിക്ക് വെളിയിൽ പോകുന്ന റൂട്ടുകൾ ഏതെല്ലാം എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ആകെ 32 റൂട്ടുകളാണ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വിഴിഞ്ഞം ഡിപ്പോയിൽ നിന്ന് 2 എണ്ണം, വിഴിഞ്ഞം പൂവാർ, വിഴിഞ്ഞം കാട്ടാക്കട. പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് 11 സർവീസുകൾ: പാപ്പനംകോട് മലയൻകീഴ്, പാപ്പനംകോട് പേയാട്, പാപ്പനംകോട് നെയ്യാറ്റിൻകര, വെഞ്ഞാറമൂട്, വിഴവൂർ, കിള്ളി, പുളിയറക്കോണം, ചപ്പാത്ത്, കാഞ്ഞിരംകുളം, പോത്തൻകോട് എന്നിവിടങ്ങളിലേക്കാണ് പാപ്പനംകോട് നിന്നുള്ള സർവീസുകൾ. വികാസ് ഭവനിൽ നിന്ന് 6 എണ്ണം: വെഞ്ഞാറമൂട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, ചൊവ്വല്ലൂർ, പോത്തൻകോട് എന്നീ സ്ഥലങ്ങളിലേക്കാണ് വികാസ് ഭവനിൽ നിന്നുള്ള സർവീസുകൾ. പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് 4 സർവീസ്: കാട്ടാക്കട, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പോത്തൻകോട് എന്നീ സ്ഥലങ്ങളിലേക്കാണ് പേരൂർക്കട നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 9 സർവീസുകൾ: ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ചിറയൻകീഴ്, വെഞ്ഞാറമൂട്, കൊല്ലങ്കോണം, വെങ്ങാനൂർ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പൂവാർ, കാട്ടാക്കട, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലേക്കാണ് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നുള്ള സർവീസുകൾ. 113 സർവീസുകളിൽ ഈ 32 എണ്ണമാണ് കോർപ്പറേഷൻ പരിധിക്ക് പുറത്തേക്ക് പോകുന്നതും വരുന്നതും. ഈ 113 ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട്. ഈ റൂട്ടൊക്കെ കട്ട് ചെയ്ത് നഗരത്തിൽ മാത്രമാക്കി ചുരുക്കിയാൽ KSRTCയും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും വെട്ടിലാകുമെന്നാണ് മനോരമ പ്രവചിക്കുന്നത്. ഈ സർവീസുകൾ ഉപയോഗിക്കുന്നത് KSRTCയിലെ ജീവനക്കാർക്ക് വേണ്ടി മാത്രമാണോ, അതോ ഗണേഷ് കുമാറിന്റെ ബന്ധുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി ഓടിക്കുന്ന റൂട്ടുകളാണോ ഇത്? എന്തൊക്കെയാണ് നമ്മുടെ പത്രമുത്തശ്ശിയുടെ കിനാവുകൾ? ഒരു മാധ്യമ സ്ഥാപനം ഇങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്? യഥാർത്ഥത്തിൽ ആരുടേതാണ് ഈ ബസ്സുകൾ? കോർപ്പറേഷന്റെ മാത്രം പണം ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകളാണോ ഈ ബസ്സുകൾ? അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം പ്രോജക്ടിന്റെ ഭാഗമായി വാങ്ങിയതാണ് ഈ ബസ്സുകൾ. സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് മേയറെ. ആകെ 1248 കോടിയുടെ പ്രൊജക്ട്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട് 488 കോടി. അത്രയും തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടുണ്ട് 488 കോടി. രണ്ടും കിഴിച്ചാൽ ആ പ്രൊജക്റ്റിൽ പറയുന്ന ഇങ്ങനെയാണ്: ദ റെസ്റ്റ് ഈസ് ഫ്രം ULB. ULB എന്ന് വെച്ചാൽ അർബൻ ലോക്കൽ ബോഡി ആൻഡ് അതർ കൺവെർജൻസ് പ്രൊജക്ട്സ് എന്ന് വെച്ചാൽ ബാക്കി വരുന്ന 266 കോടിയിൽ കോർപ്പറേഷന്റെ വിഹിതവുമുണ്ട്, മറ്റു പ്രൊജക്ടുകളുടെയും വിഹിതമുണ്ട്. ഈ ബസ് വാങ്ങിയതിൽ കോർപ്പറേഷന്റെ വിഹിതം തുലവും കുറവെന്ന് ചുരുക്കം. അപ്പോൾ പിന്നെ മേയർക്ക് മാത്രമായി ഈ ബസിന്റെ കരാറിൽ കയറി അങ്ങനെ അങ്ങ് കിളയ്ക്കാൻ പറ്റുമോ? സംശയമാണ്. ഇനി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടല്ലാതെയും ഈ ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട് മേയറെ, കിഫ്ബിയുടെ പണം കൊണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയാം. 50 ഈ ബസ്സുകൾ വാങ്ങാൻ കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച പ്രൊസീഡിംഗ്സ് ആണ് നാം സ്ക്രീനിൽ കാണുന്നത്. 310 CNG ബസ്സുകളും 50 ഇലക്ട്രിക് ബസ്സുകളും 400 ഡീസൽ ബസ് CNG ബസ്സുകളാക്കാനും കിഫ്ബി അനുവദിച്ചത് 360 കോടി രൂപ. തിരുവനന്തപുരം നഗരത്തിൽ ആദ്യം ഇറങ്ങിയ 50 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. 2ാം ഘട്ട ബസ്സുകൾ നിരത്തിലിറങ്ങിയത് 2023 ആഗസ്റ്റിൽ. ഫ്ളാഗ് ഓഫ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ത്രികക്ഷി കരാറിലാണ് ഈ ബസ്സുകൾ ഓടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും KSRTCയും കൂടിയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഒരു ബസ്സിന് ഏതാണ്ട് 93 ലക്ഷം രൂപയാണ് വില. ആ പണം മുഴുവൻ മുടക്കിയത് കോർപ്പറേഷനാണോ? അങ്ങനെ ഒരു അവകാശവാദമുണ്ടോ ആരാധ്യനായ മേയർക്ക്? സ്മാർട്ട് സിറ്റി നേരത്തെ പറഞ്ഞു ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. കേന്ദ്രവും സംസ്ഥാനവും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനവും കൂടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ചെലവ് വഹിക്കുന്നത്. അതിലൊരു പ്രൊജക്ട് മാത്രമാണ് ഈ ബസ്. ഈ ബസ് ഓടിക്കുമ്പോൾ KSRTCക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം കോർപ്പറേഷന് കൂടി ഷെയർ ചെയ്യണമെന്നൊരു വാദം ആരാധ്യനായ മേയർ ഉന്നയിക്കുന്നത് കേട്ടു. ലാഭം കോർപ്പറേഷന് മാത്രം മതിയോ മേയറെ? പണം മുടക്കുന്നവർക്കെല്ലാം ലാഭം വേണ്ടേ? കോർപ്പറേഷന് ലാഭവിഹിതം നൽകുമ്പോൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും KSRTC ലാഭവിഹിതം കൊടുക്കണ്ടേ? അവരും മുടക്കിയത് പണമല്ലേ?
ആരാധ്യനായ മേയർ മനസ്സിലാക്കാനുള്ളത് ഈ ബസ് വാങ്ങാനുള്ള പണം അത്രയും മുടക്കിയത് നരേന്ദ്രമോദിയല്ല. മോഡിയുടെ കുടുംബസ്വത്ത് ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ മൊത്തം വാങ്ങിയതെങ്കിൽ BJP മേയറുടെ മോഹം ചിലപ്പോൾ നടന്നേനെ. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഇനി ഈ ബസ് മൊത്തം ഏറ്റെടുക്കാനും റൂട്ട് തീരുമാനിക്കാനും തിരുവനന്തപുരം മേയറും BJPയും തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ തീരുമാനിക്കാനൊന്നും കഴിയില്ല. എന്നാലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അനുഗ്രഹ കടാക്ഷമുള്ള ആരാധ്യനായ മേയർ അങ്ങനെ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. മനോരമ വിശകലിക്കുന്നത് പോലെ KSRTCയും ഗണേഷ് കുമാറുമാണോ വെട്ടിലാവുക? കോർപ്പറേഷന് മാത്രമല്ലല്ലോ, KSRTCക്കും കരാറിൽ നിന്ന് പിൻവാങ്ങാം. അങ്ങനെ വന്നാൽ ഈ 113 ബസ്സും കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് സർവീസ് ആരംഭിക്കുമോ? ഒരു BJP കൗൺസിലർക്ക് 2 ബസ് വെച്ച് കൊടുക്കാം നമുക്ക്. ബാക്കി വരുന്നത് മേയറും ഡെപ്യൂട്ടി മേയറും വീതം വെക്കട്ടെ. പാർക്ക് ചെയ്യാനും സർവീസ് ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ കോർപ്പറേഷൻ ഉണ്ടാക്കട്ടെ. പുതിയ ജീവനക്കാർ, പുതിയ മെക്കാനിക്കുകൾ, പുതിയ ഗാരേജ്, പുതിയ വർക്ക്ഷോപ്പ്, ഇതൊക്കെ കോർപ്പറേഷൻ ഏർപ്പാടാക്കുമെന്നാണോ ആരാധ്യനായ മേയർ പറയുന്നത്? നഗരത്തിന് പുറത്തു ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നഗരത്തിൽ വരാൻ ഈ സർവീസുകൾ ഉപകരിക്കുന്നുണ്ട്. അവരിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും, തൊഴിലാളികൾ ഉണ്ടാകും, ഉദ്യോഗസ്ഥരുണ്ടാകും, നഗരത്തിലെ പല ആശുപത്രികളെയും ആശ്രയിക്കുന്ന രോഗികൾ ഉണ്ടാവും. ഇവരൊക്കെ എന്നാണ് VV രാജേഷിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ശത്രുക്കളായത്? ഇവരുടെ യാത്രാ സൗകര്യം അട്ടിമറിക്കപ്പെട്ടാൽ ഏത് വകുപ്പിലാണ് KSRTCയും ഗണേഷ് കുമാറും വെട്ടിലാകുന്നത്? ഈ പാവങ്ങളല്ലേ വെട്ടിലാവുക? തിരുവനന്തപുരം കോർപ്പറേഷനും കാണുമല്ലോ ഒരു പ്രാദേശിക സമ്പദ്ഘടന. അത് നിലനിൽക്കുന്നതും വളരുന്നതും നഗരവാസികളുടെ മാത്രം അധ്വാനത്തിലാണോ? ഈ VV രാജേഷിന്റെ യഥാർത്ഥ ജന്മദേശം തിരുവനന്തപുരം നഗരമാണോ? അദ്ദേഹം നെടുമങ്ങാട് സ്വദേശിയാണ് എന്ന് എവിടെയോ വായിച്ചു. MG കോളേജിലും ലോ കോളേജിലും ഒക്കെ പഠിക്കാൻ അദ്ദേഹം നെടുമങ്ങാട് നിന്ന് ഏതെങ്കിലും KSRTC ബസ്സിൽ കയറി ആയിരിക്കുമല്ലോ നഗരത്തിൽ വന്നുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ നെടുമങ്ങാടും കാട്ടാക്കടയും പേയാടും നെയ്യാറ്റിൻകരയിലും ആറ്റിങ്ങലിലും വെഞ്ഞാറമൂടും ചിറയൻകീഴുമുള്ള സാധാരണക്കാരല്ലേ സർ നിത്യവും ഈ സർവീസ് ഉപയോഗപ്പെടുത്തി നഗരത്തിലെത്തുന്നത്? നഗരത്തിന് അനുവദിച്ച ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതി എന്നാണ് രാജേഷിന്റെ ആശയം. നാളെ ഈ ആശയം അദ്ദേഹം വലിച്ചു നീട്ടുമോ? നഗരത്തിലെ തൊഴിലുകൾ നഗരത്തിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രം സംവരണം ചെയ്യുമെന്ന് അദ്ദേഹം വാദിക്കുമോ? നഗരത്തിലെ കോളേജുകളിൽ നഗരവാസികൾ മാത്രം പഠിച്ചാൽ മതി എന്ന് അദ്ദേഹം വാദിക്കുമോ? നഗരത്തിലെ ആശുപത്രികൾ നഗരവാസികൾക്ക് മാത്രം, നഗരത്തിലെ അഭിഭാഷകർ നഗരവാസികൾക്ക് മാത്രം, ഇങ്ങനെയൊക്കെ വലിച്ചു നീട്ടുമോ VV രാജേഷ്? കോർപ്പറേഷനിൽ മേയർ പദവിയൊക്കെ കിട്ടുന്ന ആൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. എത്രയും വേഗം മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ കുത്തഴിഞ്ഞൊരു ഭരണ സംവിധാനമാണ് നിലനിന്നത്, താൻ ചുമതലയേറ്റതോടുകൂടി അതിൽ പല കാര്യങ്ങളും മാറ്റം വരുത്തി എന്നൊക്കെ മാധ്യമങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാനും നാട്ടിലങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ സ്വപ്നങ്ങളുമായി ചാടി ഇറങ്ങുമ്പോൾ ഒരു നുള്ളു വിവേകബുദ്ധി മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. ആ 20 ഈ ബസ്സുകൾ എത്രയും വേഗം മേയർ നിർത്തലാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാട്ടാക്കടയും നെയ്യാറ്റിൻകരയിലും നെടുമങ്ങാട്ടും ചിറയൻകീഴും വെഞ്ഞാറമൂട്ടിലും ഒക്കെയുള്ള പാവപ്പെട്ട യാത്രക്കാർ പുതിയ മേയറുടെ സ്ഥാനാരോഹണത്തിന്റെ ചൂടറിയട്ടെ. ഈ ബസ്സിൽ കയറി നഗരത്തിൽ പോകാൻ വ്യാമോഹിക്കുന്ന ബ്ലഡി ഗ്രാമവാസികളെ തിരുവനന്തപുരത്തെ പുതിയ മേയർ ഒരു പാഠം പഠിപ്പിക്കുന്ന കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സന്മനസ്സുള്ളവർ 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ NBK100@FBL എന്ന UPI വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ ഗ്രാമവാസികൾക്കും ആരാധ്യമായ വണക്കങ്ങൾ.